വയനാട് അമ്പലവയലിലാണ് റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിനിരയായത്. അമ്പലവയൽ സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് മർദ്ദനമേറ്റത്. നേരത്തെ മറ്റൊരു സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടി ഈ അധ്യയന വർഷം മുതലാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് മാറിയത്. സ്കൂളിൽ 3 ദിവസത്തെ പരിചയം മാത്രമുള്ള വിദ്യാർത്ഥിയെ പരിചയപ്പെടാൻ എന്ന പേരിൽ വിളിച്ചിറക്കി കൊണ്ടുപോയവർ കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ കുട്ടിയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിക്കാൻ ശ്രമമുണ്ടായതായും കുടുംബം ആരോപിക്കുന്നു. പറഞ്ഞത് ആദ്യം നമ്മൾ കാണിച്ചത് ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു ശബരിന് 8 മണിക്ക് ശേഷം വേറൊരു ഡോക്ടർ വരുന്നുണ്ട്, ആ ഡോക്ടറോട് റൂം തരാൻ വേണ്ടി പറഞ്ഞാൽ മതി, റൂം തരും, നിങ്ങൾ ഇന്നിവിടെ അഡ്മിറ്റ് ആക്കിയിട്ടാണ് പോയത്. പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം വന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, ഇത് കേസിലാണുള്ളത്, അത് കാരണം ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ടാണ് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞത്. ഇപ്പോൾ പോലീസുകാർ വന്നപ്പോഴാണ് ഇവിടെ ഇന്നത്തെ ദിവസം കിടക്കാൻ വേണ്ടി സമ്മതിച്ചു. പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ സുൽത്താൻ ബത്തേരി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു. 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കുറ്റക്കാരെ ഒരു നിലയ്ക്കും സംരക്ഷിക്കില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.